എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് മണ്ഡലകാലം തീരുന്ന 41 ദിവസമാണ്. മണ്ഡലം എന്ന് പറയുന്ന വാക്കിൻ്റെ പരൽസംഖ്യ അർത്ഥം തന്നെ 41 എന്നാണ്. ജ്യോതിഷപരമായ ഒരു കണക്കാണ് പരൽസംഖ്യ. അപ്പോൾ ഇന്ന് 41 തികയുന്ന ദിവസമാണ്. ഇന്ന് ശ്രീ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഭക്തജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും ഭക്തി നിർഭരമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ധർമ്മശാസ്താവ് തത്വമസിയുടെ വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ദൈവിക പരിവേഷമാണ്. അതുകൊണ്ട് ജാതിഭേദ മതദ്വേഷമില്ലാതെ നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. 1201 ആണ്ട് ധനുമാസം 12-ാം തീയതി 27/12/2025 ശനിയാഴ്ച. ശനി ശാസ്താവിൻ്റെ ദിവസം കൂടിയാണ്. എല്ലാവരും ഭക്തിയോടെയും പ്രാർത്ഥനയോടു കൂടിയും നല്ല വിചാരത്തോടു കൂടിയും ഇന്നത്തെ ദിവസം തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം തന്നെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ വ്യാപരിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമൊക്കെ സാധിക്കുന്ന ദിവസമായിരിക്കും. അധ്വാനം കൂടിയ ഒരു ദിവസമായിരിക്കുന്നതുകൊണ്ട് ആലസ്യത്തിൻ്റെ ദിവസമായിരിക്കും. ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക്, പ്രഷർ വേരിയേഷൻ ഉള്ളവർക്കൊക്കെ ഇന്നത് അധികരിക്കുവാൻ സാധ്യത കാണുന്നതിനാൽ അനാവശ്യമായ ശാരീരികമായ അധ്വാനങ്ങളിലൊന്നും ഏർപ്പെടാതെ ഇരിക്കുക. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. 7:30 ശനിക്കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മാതാപിതാക്കളിൽ ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. സ്വന്തമായ ഒരു ഗൃഹം വാങ്ങുവാനോ പണിയുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായൊരു ദിവസം ആണ് ഇന്ന്. അതിന് തീരുമാനങ്ങൾ എടുക്കുവാനോ അല്ലെങ്കിൽ അതിലേക്കുള്ള നടപടികൾ ആരംഭിക്കുവാനോ ഒക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കുമെന്ന്. വൻകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക്, കെട്ടിട നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വില്ല പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം ചിലപ്പോൾ നിങ്ങൾക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം. കരളിനെയും ഉദരത്തിനെയൊക്കെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ സാഹസികമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അതായത് കയറ്റങ്ങൾ കയറുന്നവർക്ക് ഒക്കെ, അല്ലെങ്കിൽ തടി പിടിക്കുന്നവർക്ക്, കായികമായി വളരെ അധ്വാനം ചെയ്യുന്നവർക്കൊക്കെ ചില അപകട സാധ്യത കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കടലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അപകട സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് വളരെയധികം ശോഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കണ്ടകശനിക്കാലമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ, അമിത ജോലിഭാരമൊക്കെ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജോലികൾ ഏറ്റെടുക്കുകയും അതിനെ ചിട്ടപ്പെടുത്തി ഭാരം കുറയ്ക്കുന്ന രീതിയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുക. ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്ത് മേലധികാരികളിൽ ചിലർ മുഷിഞ്ഞ് സംസാരിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കൃത്യത പാലിക്കാത്തതുകൊണ്ട് ചില ശിക്ഷണ നടപടികൾക്കും സാധ്യത കാണുന്നു. സന്താനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവാഹാധികാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കവിതാക്കൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും പുതിയ പഠനത്തിൽ ഏർപ്പെടുവാനും പുതിയതായ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. എന്നാൽ കുടുംബാംഗങ്ങളുമായി കലഹിക്കുവാനും
അതുമൂലം ചില ഭവിഷ്യത്തുകൾ ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ അനുഭവങ്ങളുള്ളവർക്ക് അത് അധികരിക്കുവാൻ സാധ്യത കാണുന്നു. പ്രഷർ വേരിയേഷനുള്ളവർക്കും ഇന്നത്തെ ദിവസം അത് അധികരിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തികമായി വളരെ ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ മുഷിഞ്ഞ് സംസാരിക്കുവാനും അവരുമായി കലഹമുണ്ടാകുവാനും ഒക്കെ സാധ്യത കാണുന്നു. അപവാദങ്ങൾക്കും പേരുദോഷത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് അച്ചടക്കത്തോടു കൂടി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ദൂരയാത്രയ്ക്ക് സാധ്യത തെളിഞ്ഞു വരുന്നു. പുണ്യക്ഷേത്ര ദർശനത്തിനും പുണ്യസ്ഥല ദർശനത്തിനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ആശ്വാസകരമായ ചില വാർത്തകൾ ലഭിക്കുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമൊക്കെ സാധ്യത കാണുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വീട്ടമ്മമാർക്ക് ഒക്കെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായി ചില തീരുമാനങ്ങൾ എടുക്കുവാനും വസ്തു സംബന്ധമായ കാര്യങ്ങളിലൊരു തീരുമാനം കൈക്കൊള്ളുവാനും ക്രയവിക്രയങ്ങൾക്കൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ആശ്വാസകരമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് എന്ന വിവാഹത്തിനൊരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ബന്ധുക്കളിൽ ചിലർക്ക് എതിർപ്പുണ്ടാകുവാനും കമിതാക്കൾക്ക് പ്രത്യേകിച്ചും വീട്ടിൽ ചില കലഹങ്ങൾ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാലും വിവാഹ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. തൊഴിലിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പാർട്ട്നേഴ്സുമായി കരാർ ഒപ്പിടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരാനുമൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അധികരിക്കുവാൻ സാധ്യത കാണുന്നു. ശാരീരികമായ ചില വൈഷമ്യങ്ങൾ വന്ന് അലട്ടുവാനും സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിക്കും മോശമായ ഒരു സമയമായിരിക്കും ഇന്ന്. യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമായ ദിവസമായിരിക്കില്ല ഇന്ന്. അതേപോലെ ആരോഗ്യരംഗത്തും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ചില നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ചില ഉപദേശങ്ങൾ കൊടുക്കുവാനും ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും അതുമൂലം മനഃശാന്തിയും സമാധാനവും ഉണ്ടാകാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. ശുഭകരമായ ഒരുപാട് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു ദിവസമാണെങ്കിലും കുടുംബാംഗങ്ങളിൽ ചിലർക്ക് അസുഖങ്ങൾ വരിക മൂലം വൈകുന്നേരത്തോടു കൂടി ചില മനക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്വന്തം ചില അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. പൊള്ളലേൽക്കാനോ അല്ലെങ്കിൽ മറ്റു ചില മുറിവുകൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. കായികമായി ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. വളരെ അലങ്കാരപ്പണികളോ അല്ലെങ്കിൽ അനിമേഷൻ പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അംഗീകാരം ലഭിക്കുന്നതും വളരെ സന്തോഷം ലഭിക്കുന്നതുമായ തൊഴിലിൽ നിന്ന് സംതൃപ്തി ലഭിക്കുന്നതുമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർക്കത് പൂർത്തിയാക്കുവാനായിട്ട് സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും. ബന്ധുക്കളുടെ സമാഗമം മൂലം ബന്ധുക്കളുമായി കൂടിച്ചേരുന്നത് മൂലം തീർച്ചയായിട്ടും സന്തോഷം അനുഭവിക്കാനായിട്ട് സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും. ഉല്ലാസയാത്രകൾക്കോ വിദേശയാത്രകൾക്കോ ഒക്കെ സാധ്യത ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാലം. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ
ധനുക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ദിവസമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കുന്ന ദിവസമാണ്. വിദേശീയരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ചില വ്യക്തികളുടെ ചില തെറ്റായ ഇടപെടൽ മൂലം മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. വൈകാരികമായ ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ വൈകാരികമായ ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ പോകാതെ ഇരിക്കുക. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശത്രുത ഉണ്ടാകുവാൻ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും. ദീർഘകാലമായി അസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസപരമായൊരു ചികിത്സാരീതി ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അസുഖം വരുന്നത് പൂർവ്വജന്മാർജിതമായ പാപകർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കാനാണ്, ആത്മശുദ്ധിക്കാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായ ഘടകം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധനുക്കൂറുകാർ തീർച്ചയായിട്ടും ഈശ്വര പ്രാർത്ഥനയെ മുഴുകുക. 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾക്ക് ആയുർദോഷം അല്ലെങ്കിൽ ആരോഗ്യ മോശമാകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം കാണുന്നു. അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യുവാക്കൾ ശ്രദ്ധിക്കുക. എടുത്തുചാട്ടത്തിൽ സാഹസികതകൾക്കൊക്കെ ഒരുങ്ങാതെ ഇരിക്കുക. ചില അപകടങ്ങൾ സാധ്യത ഉള്ളതുകൊണ്ട് ഹെൽമറ്റ് ധരിക്കാതെയോ ബെൽറ്റ് ധരിക്കാതെയോ യാത്ര ചെയ്യാതിരിക്കുക. അതേപോലെ കുടുംബാംഗങ്ങളുമായി കലഹിച്ച് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുക. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നഷ്ടം വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ബിസിനസ്സുകാർക്ക് അത്ര തന്നെ മെച്ചപ്പെട്ട ദിവസമായിരിക്കില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ട് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമുള്ള ദിവസമാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. മാനസികമായി ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ഔഷധങ്ങളോ ഒക്കെ ലഭിക്കുക മൂലം വളരെ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ്. സ്വന്തം ആൾക്കാരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ആരുമായി ഒന്നിനും ഇടപെടാതെ ഇരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. എന്നാൽ സ്വന്തം കുടുംബത്തിൽ പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ കുട്ടികൾക്കുമൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അകന്ന ബന്ധുക്കൾ അടുത്ത് വരുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. എന്നാൽ എടുത്തുചാട്ടം കൊണ്ട് ചില വിപരീതമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആലോചനയോടുകൂടി മുൻപോട്ട് പോവുക. ഏത് പ്രവൃത്തിയും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഭാരപ്പെട്ട ജോലികൾ ചെയ്യാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നടുവിന് വേദന ഉണ്ടാകാനോ ക്ഷതമേക്കാനോ ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജന്മശനി നടക്കുന്ന സമയമായതുകൊണ്ട് നടുവിന് ക്ഷതമേക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ അനാവശ്യമായി ആരോടും കലഹിക്കാതെ ഇരിക്കുക. ആ കലഹം വളരെ നാൾ നീണ്ടു നിന്ന് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം അതിന് തുടക്കം കുറിക്കുന്നത് ഒരിക്കലും നന്നായിരിക്കുകയില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടി ലഭിക്കുന്ന ദിവസമാണ്. ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണകരമായ ദിവസമല്ല. എന്നാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു.